ലോകത്തിൻ കഥയറിയാതെ നേരത്തിൻ കഥയറിയാതെ ലോകത്തിൻ കഥയറിയാതെ നേരത്തിൻ കഥയറിയാതെ ആഴുമ്പോ മാറുന്നവരാരോ വീഴുന്നവരാരോ ഏകാന്തത കാട്ടി ജയിക്കാനാരോ വെൽക്കം ബർജർ ഹോം പെയിന്റ്സ് ആൻഡ് കോൾഗേറ്റ് പ്രസൻസ് ബിഗ് ബോസിലേക്ക് ലോകമെമ്പാടുമുള്ള മലയാളി പ്രേക്ഷകരെ സ്വാഗതം ചെയ്യുന്നു. ഇവിടെ സ്ക്രിപ്റ്റ് തുടങ്ങിയ ഒരു കാര്യവുമില്ലാതെ ഒരു ഷോയ്ക്ക് തുടക്കം കുറിക്കുകയാണ്. തികച്ചും അപരിചിതരായ 11 പേർ, ആകാംക്ഷയുടെ 50 നാളുകൾ. ഈ 50 ദിവസവും അകത്ത് കയറുന്ന മത്സരാർത്ഥികൾ ഒരേപോലെ ആയിരിക്കില്ല. കലഹങ്ങളും വഴക്കുകളും പരിഭവങ്ങളും അങ്ങനെ തുടങ്ങിയ നിരവധി കാര്യങ്ങൾ ആ വീട്ടിൽ അരങ്ങേറും. അതെല്ലാം നമുക്ക് വഴിയെ തന്നെ കണ്ട് മനസ്സിലാക്കാം. ബിഗ് ബോസ് എന്ന ഈ ഒരു ഷോ ആരംഭിക്കുന്നതിന് 2 ദിവസം മുമ്പ് ചിലർ എന്നോട് ചോദിച്ചു, ഈ 11 പേർ ഈ 50 ദിവസം എവിടെയാണ് താമസിക്കാൻ പോകുന്നത് എന്ന്. അതിനുവേണ്ടി ബിഗ് ബോസ് ഒരു വലിയ വീട് തന്നെ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്കതൊന്ന് കണ്ടിട്ട് വരാം. വരൂ. ഇത് ബിഗ് ബോസ് ഹൗസിലെ ബിഗ് ബോസ് കൺഫെഷൻ റൂം. ബിഗ് ബോസ് വീട്ടിൽ കയറാൻ പോകുന്ന ഓരോ മത്സരാർത്ഥിയും ബിഗ് ബോസുമായി സംസാരിക്കുന്നത് ഈ കൺഫെഷൻ റൂമിനകത്തിരുന്നാണ്. ഈ മുറിയിൽ വന്ന് സംസാരിക്കുന്ന മത്സരാർത്ഥികൾ അവർ ബിഗ് ബോസുമായി പറയുന്ന കാര്യങ്ങൾ മറ്റു മത്സരാർത്ഥികൾ അറിയുന്നില്ല എന്നത് കൺഫെഷൻ റൂമിന്റെ മാത്രം പ്രത്യേകത. ഇവിടെയാണ് ബിഗ് ബോസ് ഉള്ളത്. ബിഗ് ബോസ് ആരെന്ന് നമുക്ക് ആദ്യം അറിയാം, അതിനുശേഷം വരാൻ പോകുന്ന മത്സരാർത്ഥികൾ ആരെന്നറിയാം. ഹലോ ബിഗ് ബോസ്. ശ്രീ മോഹനൻ, വെൽക്കം ടു ബിഗ് ബോസ്. ബിഗ് ബോസ് എന്ന ഈ ഒരു ബിഗ്ഗസ്റ്റ് എപ്പിക് റിയാലിറ്റി ഗെയിം ഷോയുടെ ഭാഗമാകാൻ താങ്കൾ ഇവിടെ എത്തിച്ചേർന്നതിൽ ബിഗ് ബോസിനും ബിഗ് ബോസ് ടീമിനും അതീവ സന്തോഷമുണ്ട്. ഇനി അങ്ങോട്ടുള്ള 50 നാളുകൾ നമ്മൾക്ക് വിശ്രമമില്ലാത്ത നാളുകൾ. തികച്ചും അപരിചിതരായ 11 മത്സരാർത്ഥികൾ. ഈ വീടിനുള്ളിൽ അവർ എന്തൊക്കെയായിരിക്കും കാട്ടാൻ പോകുന്നതെന്ന് പറയാൻ പറ്റില്ല. എല്ലാം കണ്ടു തന്നെ മനസ്സിലാക്കണം, അല്ലേ? തീർച്ചയായും ബിഗ് ബോസ്. ഈ ഷോയുടെ മറ്റൊരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, പ്രേക്ഷക വിധി പ്രകാരം മാത്രമേ ഓരോ മത്സരാർത്ഥിയും ഈ ഷോയിൽ നിലനിൽക്കൂ. അല്ലാത്ത പക്ഷം ഓരോരുത്തരായി ഓരോ ആഴ്ചയിൽ ഈ ഷോയോട് എന്നേക്കുമായി വിട പറയും. ഇപ്പോൾ ഈ വീടിനുള്ളിൽ നിൽക്കുവാനുള്ള താങ്കളുടെ സമയവും അവസാനിച്ചിരിക്കുന്നു മിസ്റ്റർ മോഹനൻ. പ്രധാന വഴിയിലൂടെ താങ്കൾക്കിപ്പോൾ തിരികെ സ്റ്റേജിലേക്ക് പോകാവുന്നതാണ്. താങ്ക് യു ബിഗ് ബോസ്. ബിഗ് ബോസിന്റെ വീട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കൺഫെഷൻ റൂമും എല്ലാം മരണമാസാണ്. ഇനിയുള്ള വരും ദിവസങ്ങളിൽ വിശ്രമമില്ല. ഇനിയിപ്പോ മത്സരാർത്ഥികളായിരുന്നു ഞാൻ പറഞ്ഞിട്ട് വരട്ടെ.
വെൽക്കം ടു ബർജർ ഹോം പെയിന്റ്സ് ആൻഡ് കോൾഗേറ്റ് പ്രസൻസ് ബിഗ് ബോസ്. അങ്ങനെ ബിഗ് ബോസിന്റെ വീട് കണ്ടു. ഇനി മത്സരാർത്ഥികൾ ആരെന്നറിയുവാനുള്ള സമയം. വരൂ ആദ്യ മത്സരാർത്ഥി. വെൽക്കം മോട്ടു. ഈ ബിഗ് ബോസ് ഷോയിലേക്ക് താങ്കളെ സ്വാഗതം ചെയ്യുന്നു. ബിഗ് ബോസ് ഷോയുടെ ആദ്യ മത്സരാർത്ഥിയാണ് താങ്കൾ. അപ്പൊ മോട്ടു, അതാണ് വീട്ടിലേക്ക് പോകാനുള്ള വഴി. നന്നായി കളിക്കൂ, 50 ദിവസം വരെ നിൽക്കാൻ പ്രയത്നിക്കൂ. നമുക്ക് വീണ്ടും കാണാം. അകത്തേക്ക് പൊക്കോളൂ. ഇനി അടുത്ത മത്സരാർത്ഥിയെ വിളിക്കാം. വരൂ. വെൽക്കം ജാക്കി. ബിഗ് ബോസ് ഷോയിലേക്ക് താങ്കളെ സ്വാഗതം ചെയ്യുന്നു. അതാണ് വീട്ടിലേക്ക് പോകാനുള്ള വഴി. പോയിക്കോളൂ. ഇനി അടുത്ത മത്സരാർത്ഥിയെ വിളിക്കാം. വരൂ. മറീന. ബിഗ് ബോസ് ഷോയിലേക്ക് സ്വാഗതം. അതാണ് വീട്ടിലേക്ക് പോകാനുള്ള വഴി. പോയിക്കോളൂ. ഇനി അടുത്ത മത്സരാർത്ഥിയെ വിളിക്കാം. വരൂ. മെക്സി. ബിഗ് ബോസ് ഷോയിലേക്ക് താങ്കളെ സ്വാഗതം ചെയ്യുന്നു. അതാണ് വീട്ടിലേക്ക് പോകാനുള്ള വഴി. പോയിക്കോളൂ. ഇനി അടുത്ത മത്സരാർത്ഥിയെ വിളിക്കാം. വരൂ. നോബിത. ബിഗ് ബോസ് ഷോയിലേക്ക് സ്വാഗതം. അതാണ് വീട്ടിലേക്ക് പോകാനുള്ള വഴി. പോയിക്കോളൂ. ഇനി അടുത്ത മത്സരാർത്ഥിയെ വിളിക്കാം. വരൂ. പിങ്കി. വെൽക്കം ടു ബിഗ് ബോസ് ഷോ. അതാണ് വീട്ടിലേക്ക് പോകാനുള്ള വഴി. പോയിക്കോളൂ. ഇനി അടുത്ത മത്സരാർത്ഥിയെ വിളിക്കാം. വരൂ. ബെൻ. വെൽക്കം ടു ബിഗ് ബോസ് ഷോ. അതാണ് വീട്ടിലേക്ക് പോകാനുള്ള വഴി. പോയിക്കോളൂ. ഇനി അടുത്ത മത്സരാർത്ഥിയെ വിളിക്കാം. വരൂ. ഗഗൻ. ബിഗ് ബോസ് ഷോയിലേക്ക് സ്വാഗതം. അതാണ് വീട്ടിലേക്ക് പോകാനുള്ള വഴി. പോയിക്കോളൂ. ഇനി അടുത്ത മത്സരാർത്ഥിയെ വിളിക്കാം. വരൂ. കാളിയ. ബിഗ് ബോസ് ഷോയിലേക്ക് സ്വാഗതം. അതാണ് വീട്ടിലേക്ക് പോകാനുള്ള വഴി. പോയിക്കോളൂ. ഇനി അടുത്ത മത്സരാർത്ഥിയെ വിളിക്കാം. വരൂ. ഹെൻറി. സ്വാഗതം. വീട്ടിലേക്ക് അതാണ് വഴി. പോയിക്കോളൂ. ഇനി അടുത്ത മത്സരാർത്ഥിയെ വിളിക്കാം. വരൂ.
കാട്ടാക്കട കോഴി, വെൽക്കം ടു ബിഗ് ബോസ് ഷോ. അതാണ് വീട്ടിലേക്ക് പോകാനുള്ള വഴി, പോയിക്കോളൂ. ഇവരെ ഒന്നും ഞാൻ സംസാരിപ്പിക്കാത്തതേ വേറൊന്നും കൊണ്ടല്ല. ഇവർ പറഞ്ഞ ചില കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും. അത് കണ്ട് ഇവർ പറഞ്ഞതുപോലേക്ക് നടക്കുമോ എന്ന് കണ്ടു തന്നെ അറിയാം. വീണ്ടും അടുത്ത ആഴ്ച കാണാം.